Hello everyone, assalamu alaikum, welcome back to my channel. I hope you all are doing well. Alhamdulillah I'm fine. So this video is all about it's a normal weekend vlog and it's a Friday evening. It's around 5 o'clock or 5:50 p.m. and we are planning for going out for some shopping. ദുബായിലെ വെതർ ഒരു രക്ഷയില്ല കേട്ടോ. ഇൻഷാല്ലാ ഒരു 1 month കൂടി മാക്സിമം നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് മുതൽ വെതറിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഹ്യൂമിഡിറ്റി നല്ല കുറവായിരിക്കും. ഇപ്പോൾ കറണ്ട് വെതറിൽ ഒരു 5 minutes പോലും ഒരാൾക്കും പുറത്തധികം നിൽക്കാൻ പറ്റൂല. ഇഫ് വി ആർ സ്റ്റേയിങ് ലൈക്ക് ദാറ്റ് ദെൻ വി മസ്റ്റ് ബി ഫോളിങ് വിത്ത് ഹെഡേക്ക് ആൻഡ് പെയിൻ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ലാസ്റ്റ് ടൈം നമ്മൾ സിറ്റി സെൻറ്റർ ഏരിയയിൽ പോയ സമയത്ത് ബേബി ഷോപ്പ് അറേബ്യന്ന് ബേബി അബൂദന്ന് നമ്മൾ കുറച്ച് ക്ലോത്ത്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മോന് നല്ല ഉറങ്ങുന്നത് കൊണ്ട് നമുക്കത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റിയില്ല. സോ ഇറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ആക്ച്വലി. അതുകൊണ്ട് അതിൻ്റെ സൈസൊക്കെ വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പം ഫുൾ പ്രശ്നമാണ്. എല്ലാ ക്ലോത്തും പ്രശ്നമായിരുന്നു. സോ നമ്മൾ സിറ്റി സെൻറ്റർ ഏരിയയിൽ വന്നതാണ്. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആൻഡ് അബൂദ് ഫീൽ സോ സ്ലീപ്പി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. മാക്സിമം ഒരു 2 hours സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. And it's a Saturday morning. It's around 7 a.m. Most of my Saturdays and Sundays are tension free, Alhamdulillah, because my husband don't want to go to the office and today's breakfast time is around 9 a.m. അല്ലെങ്കിൽ ഒരു 6 to 6:30 ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ആവണം. സോ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലോണ്ടറി ചെയ്ത ക്ലോത്ത്സൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാമെന്ന്. എന്നിട്ടും എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഐ എം ഗോണ റീഡ് ദിസ് ബുക്ക്. ഞാൻ റീസെൻ്റായിട്ട് റീഡ് ചെയ്യുന്ന ഒരു ബുക്കാട്ടോ ഇത്. 1001 രാവുകൾ. നാട്ടിൽ പോയ സമയത്ത് നമ്മളുടെ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലെ DC ബുക്സ് എന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഈ ബുക്ക്. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 1300 or 400 സംതിങ്. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് ഞാനിത് 10th or 11th എന്തോ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി വായിച്ച് കഴിഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിയതായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് വായിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ അറേബ്യൻ സ്റ്റോറീസ് ആൻഡ് എ റൊമാൻറ്റിക് നോവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു മെയിൻ പരിപാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് റീഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിങ് മുതലുള്ള ഒരു ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് റീഡിങ് ആയിരിക്കും. നമുക്കിവിടെ ബുക്സ് മലയാളം ബുക്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് എല്ലാ ബുക്സും നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ അവിടെ ബുക്ക് ഫെസ്റ്റിവലിന് പോകാറുണ്ട്. ആ സമയത്ത് ഒരു 6 to 10 ബുക്സൊക്കെ വാങ്ങിയിട്ട് ഒരു 1 yearനകത്ത് വായിച്ച് തീർക്കും. അതാണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹോബി. റീസെൻ്റ് ആയിട്ടുള്ളതല്ല, മുന്നേ ഉള്ളതായിരുന്നു. നിങ്ങൾ ഫോണിനോ റീൽസിനോ ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു റീഫ്രഷ് ഫീലൊക്കെ ഉണ്ടായിരിക്കും. ഒരു 1/2 hour ഒക്കെ റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. മോനാണെങ്കിൽ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് പിന്നെയും കിടത്തി. പക്ഷേ എൻ്റെ ക്ലീനിങ്ങിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് മോൻ പെട്ടെന്ന് തന്നെ തിരിച്ച് എണീറ്റു. ആ ഒരു ടൈമിൽ ടോയ്സൊക്കെ ക്ലീൻ ചെയ്തു. ടോയ്സ് ക്ലീനിങ്ങിന് ഞാൻ കൂടുതലും അവനെ തന്നെ വിളിക്കൂ കേട്ടോ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ഹാബിറ്റ്സ് ശരിക്കും നമ്മളത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അവർ പെട്ടെന്ന് പഠിക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഒരു ഹാബിറ്റ് ടോയ്സൊക്കെ കളി കഴിഞ്ഞാൽ അവരെന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഹാബിറ്റ് അവനിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ടൈമും അങ്ങനെ ചെയ്യുന്നത്. അൽഹംദുലില്ലാ റീസെൻ്റ്ലി ഞാൻ അതിലൊരു സക്സസ്ഫുൾ മദറാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എൻ്റെ മോൻ കളിച്ചൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ ടോയ്സും കാര്യങ്ങളും അവൻ തന്നെ ക്ലീൻ ചെയ്ത് വെക്കും. ആൻഡ് അൽഹംദുലില്ലാ ഫോർ ദാറ്റ്. ഒരു 1 or 2 months ഒക്കെ കഴിയുമ്പം എനിക്ക് റൂം മൊത്തം ഒന്ന് റീഅറേഞ്ച് ചെയ്തിടണം കേട്ടോ. ചിലപ്പോൾ ആ ഒരു റീഅറേഞ്ച്മെൻറ്റ് 2 to 3 daysനോ അല്ലെങ്കിൽ 1 week വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ബാക്ക് ടു ദ സെയിം അങ്ങനെ തന്നെ ആക്കി വെക്കും. ക്ലീനസ് ഈസ് ഹാഫ് ഓഫ് ഫെയ്ത്ത് എന്നാണ് നമ്മൾ മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ മുത്തുനബിൻ്റെ സുന്നാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ട്രൈ ടു ക്ലീൻ യുവർ റൂംസ് ആൻഡ് സറൗണ്ടിങ്സ് as much as possible. And I'm also a kind of person who like to follow his sunnas. I know no one is perfect.
No one is perfect, including me. It's actually not about who will do it. ഇറ്റ്സ് ഓൾ അബൌട്ട് ആരാണ് ഇതിന് ട്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പതിയെ പതിയെ നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ അതൊരു റുട്ടീനായിട്ട് മാറും ഇൻഷാ അല്ലാ. All the time we have to pray, Allahumma inni as'aluka al-jannah wa a'udhu bika minan nar. Oh Allah, I ask you for paradise and refuge in you and from your fire. ലൈഫിൽ ദിക്റുകളും ദുആകളും ഒക്കെ പതിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും. And I am feeling it and it's good. And may Allah Almighty bless you with whatever you know is the best for you. And Alhamdulillah, weekend cleaning is almost done. And always try to enjoy what you are doing. It helps you a lot. Time സേവ് ചെയ്യാനും മെൻ്റൽ ഹെൽത്തിനെ റീഫ്രഷ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വീക്കെൻഡ്സിൽ ഞാൻ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ബേബി അബൂദിന് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കും. ഈ ഒരു കണ്ടെയ്നർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിലാണ് റീഫിൽ ചെയ്ത് വെക്കുക. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാൻഡ്വിച്ച് ആയിരുന്നു കഴിച്ചത്. അതുകൊണ്ട് അതിൻ്റെ മെഷീനൊക്കെ ഒന്ന് ടോട്ടലി ക്ലീൻ ചെയ്ത് ഒഴിവാക്കുകയാണ്. ചില സമയത്ത് ഈ മെഷീൻ്റെ അകത്ത് ചിക്കൻ്റെ പാർട്സൊക്കെ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതുകൊണ്ട് ക്ലീനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് മെഷീൻ ഒരു 1 മിനിറ്റ് ഓൺ ആക്കി ഇട്ടാൽ മതി. നമുക്കതിൽ സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് കാണിക്കാൻ മറന്നുപോയതാണ്. ഇൻഷാ അല്ലാ ഐ വിൽ ഷോ ഇറ്റ് നെക്സ്റ്റ് ടൈം. ആൻഡ് ഈ ബോട്ടിൽസൊക്കെ നമ്മൾ കരാമേന്ന് വാങ്ങുന്ന ഒരു പായസമുണ്ട്. ഇറ്റ്സ് വെരി ഫേമസ്, സിൻഡ ഫ്രഷിലെ. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് തോന്നുന്നു 2 to 3 times ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടുന്നതാണ് ഈ ഗ്ലാസ് ജാർസൊക്കെ. ഗ്ലാസ് ജാർസ് ആയതുകൊണ്ട് ഞാനത് ഒക്കെ എടുത്ത് വെക്കും. എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് മോന് ഇതുപോലെ ജ്യൂസസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് മാംഗോ ആണ് ഉള്ളത്. ബേബി അബൂദ് ഈസ് നോട്ട് മച്ച് ഓക്കെ വിത്ത് ഷുഗർ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ചെയ്യാറ്. പക്ഷേ തീരെ ഷുഗർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജ്യൂസൊന്നും കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ ഒരു ബ്ലെൻഡ് ജാറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് മിൽക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം ഞാൻ അതിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഓൾറെഡി ഈ ഒരു മാംഗോയിൽ അത്യാവശ്യം ഷുഗർ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ഷുഗർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാണ്ട് നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നോട്ട് ഗുഡ്. ഇറ്റ്സ് ഓൾസോ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ബട്ട് സ്റ്റിൽ ഒരുപാട് ഷുഗർ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ ടേസ്റ്റിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബേബി അബൂദിന് ഒരു ലിമിറ്റ് ഷുഗർ അധികമായി കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല. അവന് വളരെ ലൈറ്റായിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഷുഗറാണ് ഇഷ്ടം. ഷുഗർ ഇല്ലെങ്കിലും അവൻ കഴിക്കും, പക്ഷെ ഷുഗർ ഓവറായി കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഞാൻ കുഞ്ഞിലേ തീരെ ഷുഗർ കൊടുക്കാറുണ്ടായിരുന്നില്ല. അവന് കൂടുതലും പാം ക്യാൻഡി കഴിച്ചിട്ടുള്ള ആ ഒരു ഷുഗറിൻ്റെ ടേസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടം. പാം ക്യാൻഡി അൺറിഫൈൻഡ് ഷുഗർ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അതുകൊണ്ട് പാം ക്യാൻഡി അവരുടെ ലൈഫിലൊരു റുട്ടീനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഹെൽത്തി ആയിട്ടിരിക്കും. കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് പാം ക്യാൻഡി കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അൽഹംദുലില്ലാ ഹി ഈസ് യൂസ്ഡ് വിത്ത് ഇറ്റ്. ചോക്ലേറ്റ്സ് ആണെങ്കിലും എ വെരി ബിഗ് നോ ടു ദ ചോക്ലേറ്റ്സ്. വളരെ റെയറായിട്ടേ അവന് ചോക്ലേറ്റ്സ് കൊടുക്കാറുള്ളൂ. അവന് കഴിക്കാതായി കുറച്ച് നേരം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ ഒരു 2 to 3 ബൈറ്റ്സ് എടുത്തിട്ട് അവൻ ബാക്കി ബാലൻസ് ചെയ്യാറാണ് പതിവ്. ഇറ്റ്സ് ഗുഡ്. ഞാൻ നിർബന്ധിക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരു ഫുഡിനോടും ഞാൻ ഓക്കെ പറയുന്നില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, അവരൊക്കെ അതൊക്കെ കഴിച്ചിട്ടല്ലേ വളർന്നതെന്ന്. പക്ഷേ ഞാൻ പറയുന്നു നമ്മൾ അവരുടെ ജനറേഷനിലല്ല ജീവിക്കുന്നത്. സോ നമ്മളുടെ ബേബിയുടെ കംപ്ലീറ്റ് ഹെൽത്തിൻ്റെ ഒരു മെയിൻ കോഴ്സ് നമ്മളുടെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ട്രൈ ടു അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് ഫുഡ്സ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോട്ട് ഗുഡ് ഫോർ യുവർ ബേബീസ് ഹെൽത്ത്. റീസെൻ്റായിട്ട് ഞാൻ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നോർമൽ വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കുമ്പം അതിനൊരു രസം തോന്നില്ല. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു വാട്ടറാണ്. നമ്മളെ നോർമൽ വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് അല്ലെങ്കിൽ മെറ്റബോളിസം ബൂസ്റ്റർ ആണെന്നൊക്കെ പറയാം. ഒരു മോർണിംഗ് ഒക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ബോയിൽ ചെയ്ത് വെച്ച് ഒരു 1 to 2 hours റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ഹോട്ട് ഒരു പരുവം പെട്ടെന്ന് തന്നെ പോകും. എന്നിട്ട് പതിയെ
മാക്സിമം ഡെയിലി ഒരു 3 ലിറ്റർ വാട്ടറെങ്കിലും കുടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. വാട്ടർ റിജക്റ്റ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ വാട്ടറിൻ്റെ കളർ കണ്ടിട്ട് കുടിക്കാൻ ചാൻസ് കൂടുതലാണ്. മോന് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വാട്ടർ. അതുകൊണ്ട് അവൻ്റെ ഹൈഡ്രേഷൻ ലെവലിൽ നല്ല ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് അറൌണ്ട് 4:30 PM. ബേബി അബൂദിൻ്റെ സ്നാക്ക് ടൈമാണ്. ഒരു 4 to 4:30 PM ഉള്ളിൽ ഞാൻ സ്നാക്ക് കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ചിക്കൻ നഗറ്റ്സ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ് അങ്ങനെ കൊടുക്കാറില്ല. സോ ഇന്ന് ഡിന്നർ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്കാക്കൻ്റെ നാട്ടിലൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് നെയ്പത്തൽ എന്ന് പറയും. ഒരുപാടായി ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മോന് ഷുഗർ പോലെ തന്നെ നോട്ട് മച്ച് ഓക്കെ വിത്ത് ഓയിലി ഫുഡ്സ്. ഇതൊരു ഡീപ്പ് ഫ്രൈങ് ഓയിലി ഫുഡാണ്. അതുകൊണ്ട് ഞാനൊരു സേഫിന് വേണ്ടിയിട്ട് കുറച്ച് റാഗി സോക്ക് ചെയ്തിട്ട് അതുകൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള റാഗി പൗഡേഴ്സൊക്കെ റീസെൻ്റ്ലി ഫിനിഷായി. സോ ഞാനിപ്പം ചെയ്യുന്നത് നമ്മളുടെ നെസ്റ്റോന്നോ ലുലുലൊക്കെ പോകുമ്പം നല്ല ഹോൾ റാഗി വാങ്ങിയിട്ട് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് നോർമലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്പ്രൗട്ടർ റാഗീസ് ഒന്നും നല്ലതേ അല്ല. ഞാൻ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. അതൊന്നും എനിക്ക് അത്ര നല്ലതായിട്ടും തോന്നിയില്ല, ഹെൽത്തി വേർഷനായിട്ടും തോന്നിയില്ല. നമ്മളൊരു പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും നല്ലത് ഹോൾ റാഗി സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ അതിൽ കൂട്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. നന്നായിട്ട് വാഷ് ചെയ്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ ബേബിക്ക് കൊടുക്കുന്നത്. സോ ട്രൈ ടു ഡു ലൈക്ക് ദിസ്. ഇതായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി വേർഷൻ. അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ പൊടിച്ചുകൊണ്ടിരുന്ന റാഗി ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. എൻ്റെ നാട്ടിൽ തീരെ ഉണ്ടാക്കാത്തൊരു സാധനം കേട്ടോ ഈ നെയ്പത്തൽ. എൻ്റെ നാട്ടിൽ ഇതിന് പകരം പൊരിച്ച പത്തിരി എന്ന് പറയും, കട്ടിയുള്ള ഒരു പത്തിരി, അതാണ് ഉണ്ടാക്കാറ്. ഇത് ഒരു സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് കാക്കൻ്റെ ഉമ്മാമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ഐഡിയ ആയിരുന്നു. എണ്ണ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ചുറ്റിലേക്കും എണ്ണ തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ തെറിച്ച് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ആക്ച്വലി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പിൽ പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം ചുറ്റിലേക്കും എണ്ണ തെറിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലെ സൺഫ്ലവർ ഷേപ്പിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു രീതിയിൽ പുറത്തേക്ക് എണ്ണ തെറിക്കാറില്ല. 99% എനിക്ക് വർക്കായിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. എന്നാലാണ് ഓയിൽ ഇതിൽ പിടിക്കാണ്ടിരിക്കൽ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് കുക്കിംഗ് ടൈമും എടുക്കും. അതുപോലെ തന്നെ എണ്ണ പെട്ടെന്ന് പിടിക്കാനും ചാൻസ് കൂടുതലാണ്. ഇത് കുക്ക് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് ടിഷ്യൂ വിരിച്ച ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ബാക്കി എക്സസ് ഓയിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ വലിച്ചെടുത്തോളും. ഒരുപാട് ഓയിൽ ബോഡിയിലേക്ക് കയറാണ്ടിരിക്കാനുള്ള ഒരു കുഞ്ഞ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മറന്നുപോയതാണ്. ഇറ്റ്സ് വെരി ഈസി. വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി നെയ്പത്തൽ എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ റെസിപ്പി. എനിക്ക് തോന്നുന്നു ഫുഡ് ബ്ലോഗേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി എക്സ്പ്ലെയിൻ ചെയ്ത് തരല്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഇതിലേക്ക് നല്ലൊരു മാച്ച് ഓപ്ഷനാണ്. അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് യാ ദ അതർ ഡേ സൺഡേ മോർണിംഗ്. ആൻഡ് യാ ഇറ്റ്സ് അനദർ ഡേ സൺഡേ മോർണിംഗ്. നമുക്കിന്ന് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്ത് പോകണം. അതുകൊണ്ട് ഞാനിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മൂങ് ദാൽ കറിയും നമ്മളുടെ വീറ്റ് പൂരിയും. അപ്പോൾ അതിന് മുന്നേ ബേബി അബൂദ് എഴുന്നേറ്റുകൊണ്ട് അവനെ ഫീഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഗ്സ് ആർ റിയലി ഗുഡ് ഫോർ ബേബീസ് ഹെൽത്ത്. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു എഗ്ഗെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാൻ ബേബി അബൂദിന് കൊടുക്കുന്നത് നമ്മൾ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഡയറിയിൽ നിന്ന് വാങ്ങിയ നമ്മളുടെ നാട്ടിലെ നാടൻ മുട്ടയാണ്. നമുക്കിവിടെ നെസ്റ്റോലും ലുലുവിലും ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ നെസ്റ്റോലും ലുലുവിലും ഒക്കെ 50-60 AED വരുന്നുണ്ട്. വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു എഗ്ഗിന് 1 ദിർഹംസ് വെച്ചിട്ട് നമുക്ക് കിട്ടും. എഗ്ഗ് കൊടുക്കുമ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു 1 ഡേ നമ്മളുടെ കാടമുട്ട കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മളുടെ നോർമൽ നാടൻ മുട്ട കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എഗ്സ് ആർ റിയലി ഗുഡ് ഫോർ ദെയർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്. അഡ്വാൻറ്റേജ് പോലെ തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓവർ ഫീഡിങ് ഓഫ് എഗ് മേ കോസ് എ ലോട്ട് ഓഫ് അനദർ ഇഷ്യൂസ് ലൈക്ക് കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഓവർ ഫീഡ് ചെയ്യരുത്. അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കണ്ട. ബട്ട് ഇറ്റ്സ് ഗുഡ്
5 മിനിറ്റ്സ് കൊണ്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൂങ് ദാൽ കറി റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. നമ്മൾ മൂങ് ദാൽ ഒരു 1.5 അവർ സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചില്ലി, ഒണിയൻ, ടൊമാറ്റോ, പിന്നെ സ്പൈസസ് ആയിട്ട് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചെറുപയർ ഒരുപാട് ആളുകൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊരു ഗാർലിക് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് ഒരു പരിധി വരെ കുറവുണ്ടായിരിക്കും. ആവശ്യത്തിന് വാട്ടറും സോൾട്ടും കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 4 to 5 വിസിൽസ് അടിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഒരുപാട് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ മൂങ് ദാൽ ഓവർ കുക്കായിട്ട് പോകും. ബ്രേക്ക്ഫാസ്റ്റിനിടയിൽ തന്നെ ഞാൻ ഓൾറെഡി ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഫിഷൊക്കെ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. കുറച്ച് ബനാന ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാം. ഇന്ന് എനിക്കൊരു കുഞ്ഞ് ഗസ്റ്റ് ഉണ്ട്. കായ്പോളയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ നാട്ടിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലും ഒരുപോലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എൻ്റെ നാട്ടിൽ ഇതിന് കായ്പോളാന്നും ഇത്താക്കൻ്റെ നാട്ടിൽ ഇതിന് കായ്ക്കുംസ് എന്നുമാണ് പറയൽ. ഒന്നുമില്ല, ഇതിലേക്ക് 3 എഗ്ഗ് എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കാർഡമൻ പൗഡറും ഒരു പിഞ്ച് സോൾട്ടും ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. കൂടുതൽ ആൾക്കാരും വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്. അതാകുമ്പോൾ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കൂടുകയും നല്ല ഫ്ലഫിനെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രൗണിൻ്റെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബനാന ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്കോ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളുടെ ഈ ഒരു പോട്ട് ജസ്റ്റ് ഒന്ന് ഹോട്ടായതിൻ്റെ ശേഷം ബേസിലേക്ക് കുറച്ച് എഗ്ഗ് ഒഴിച്ച് വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബനാന ഇതുപോലെ റൗണ്ടിൽ ഇട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ബ്ലെൻഡ് ചെയ്ത് വെച്ച ബാലൻസ് എഗ്ഗ് കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് മിനിമം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനിടയിൽ നമ്മൾ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പെട്ടെന്ന് ഫുള്ളി കുക്ക് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ ആൾക്കാരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ചെറുപയർ കറി ഉണ്ടാക്കാറ്. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെത്തേഡാട്ടോ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു ഗാർലിക് ക്ലോവ് ഇട്ടതിൻ്റെ ശേഷം നമ്മളുടെ ഫുൾ ചില്ലിയില്ലേ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക, റെഡ് ചില്ലി. എന്നിട്ട് ഇതുപോലെ കറി ഒഴിച്ചതിൻ്റെ ശേഷം നമുക്കൊരു 10 to 15 മിനിറ്റ്സ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പതിയെ കുക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മൂങ് ദാൽ ബാലൻസ് കൂടി ഇതിൽ കിടന്ന് കുക്കാവുകയും ആ ഒരു ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ ആ കറിയിലേക്ക് നല്ല രീതിയിൽ ഡീപ്പായിട്ട് എടുക്കുകയും ചെയ്യും. മൂങ് ദാളിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി വറ്റിച്ചെടുക്കുകയും കറിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി പ്രിപ്പയർ ചെയ്യാം. ഞാൻ വീറ്റ് ഫ്ലോർ ആണ് പൂരി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാറ്. ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പൂരിക്ക് എനിക്ക് തോന്നാറില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി കൂടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന സെയിം ഡോ തന്നെയാണ് പൂരി ഉണ്ടാക്കാനും ഞാൻ യൂസ് ചെയ്യാറ്. തീരെ എണ്ണ പിടിക്കാത്ത പൂരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി കുഴയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡോ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുക. ആ ഒരു പൂരി ഭയങ്കര ടേസ്റ്റാണ്. കൂടുതൽ സമയത്തും ഈവനിങ് സ്നാക്കിന് ഞാനും ബേബി അബൂദും സാൻഡ്വിച്ചൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. ടോട്ടില്ല റോളിന് പകരം നമുക്ക് ഈ ഒരു ചപ്പാത്തി യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പൂരി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെ 1, 2, 3 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസമൊന്നും വീറ്റ് ഫ്ലോർ സ്റ്റോർ ചെയ്യുന്നത് ഒട്ടും ഹെൽത്തിന് നല്ലതല്ല. അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 ഡേയ്സ് മാക്സിമം. എൻ്റെ കസിൻസിൽ ഒരുപാട് പേർക്കൊന്നും ഈ പൂരി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവരൊക്കെ പറയുന്നത് പൂരിയിൽ നന്നായിട്ട് ഓയിൽ കണ്ടൻറ്റ് കൂടുതലല്ലേ, അതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന്. ആക്ച്വലി ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഇതിൽ ഓയിൽ വേണോ ഓയിൽ വേണ്ടേ എന്നുള്ള ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. നല്ല ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിൽ നന്നായിട്ട് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഡീപ്പായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ലൈക്ക് അയൺ തവയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഓയിൽ പിടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലഞ്ച് കൂടി പ്രിപ്പയർ ചെയ്തു. സൺഡേസ് ആൻഡ് സാറ്റർഡേയ്സ് ലൈക്ക് വീക്കെൻഡ്സിൽ എപ്പോഴും വളരെ ലൈറ്റായിട്ട് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറ്. ചില സമയത്ത് ഇതുപോലെ ഗസ്റ്റോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റോ ഹെവി ലഞ്ചോ ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ കൂടുതലും എൻ്റെ ഹസ്ബൻഡ് ഡയറ്റ് ആയതുകൊണ്ട് ഹെവി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാടായി. വീക്കെൻഡ്സിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഗ്രോസറി ഷോപ്പിംഗ്. വളരെ ഈസി ആയിട്ടൊരു 1 വീക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡേയ്സിലോ അല്ലെങ്കിൽ സൺഡേയ്സിലോ സാറ്റർഡേയ്സിലോ എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കണം. ഞാൻ കൂടുതലും ഗ്രോസറി ഷോപ്പിംഗ് കംപ്ലീറ്റ് ആക്കുന്നത് ഒരു ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ ഈവനിങ് ആണ്. എന്നാലാണ് എനിക്ക് സൺഡേ മീൽ പ്രിപ്പറേഷൻ ഡേ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ കൂടുതലും ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലോ ലുലുവിലോ ഒക്കെയാണ് പോവാറ്. പക്ഷെ ഇന്ന് നമ്മൾ സിറ്റി സെൻറ്റർ ദേരയിൽ പോകാമെന്ന് വിചാരിച്ചു. അതാവുമ്പം ബേബി അബൂദിനും ഇക്കാക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് സിറ്റി സെൻറ്റർ ദേരയിലാണ് പോയത്. സിറ്റി സെൻറ്റർ ദേരയിൽ ക്യാരി ഫോർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അവിടെ. ഇന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോയതുകൊണ്ട് ക്യാരി ഫോറിന് തന്നെ ഗ്രോസറി ഐറ്റംസും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീക്കെൻഡ്സിൽ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മോളാണ് നമ്മളുടെ സിറ്റി സെൻറ്റർ ദേര. ഞാൻ UAE വന്ന ഒരു സമയം മുതൽ സിറ്റി സെൻറ്റർ ദേരയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമറാണ്. എല്ലാ ഷോപ്സിലും ബ്രാൻഡഡ് ഷോപ്സിലാണെങ്കിലും ലോക്കൽ സ്റ്റോർസിലാണെന്നുണ്ടെങ്കിലും ഗ്രോസറി ആണെന്നുണ്ടെങ്കിലും ക്യാരി ഫോറിലാണെന്നുണ്ടെങ്കിലും അപ് ടു 50-75% ഓഫേഴ്സൊക്കെ വീക്കെൻഡ്സിൽ മാത്രം അവൈലബിൾ ആണ്. ബേബി അബൂദ് എപ്പോഴും പറയാറുണ്ടായിരുന്നു അവനൊരു ബോള് വേണമെന്ന്. അങ്ങനെ നമ്മൾ അഡിഡാസിൽ പോയിട്ട് അവൻ്റെ സൈസിനുള്ള ഒറ്റൊരു ബോളേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൂടി വാങ്ങി. ഗ്രോസറി ഒക്കെ വാങ്ങി അന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. നാളെ ഓഫീസിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസവും നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിഫർ ചെയ്യുന്നത് സാറ്റർഡേയ്സ് ആണ്. സാറ്റർഡേയ്സ് ആർ ഓൾവേസ് ഗുഡ് ഫോർ ഷോപ്പിംഗ്. അതാകുമ്പോൾ സൺഡേ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാം. ഹസ്ബൻഡ് മോർണിംഗ് ഓഫീസിൽ പോകുമ്പോൾ ലേറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അർജൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ആക്ച്വലി. ഇല്ലാന്നുണ്ടെങ്കിൽ സൺഡേയ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യാറുമുണ്ട്. ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഞാൻ ഒട്ടും ലേറ്റ് ആക്കാറില്ല. സ്പോട്ടിൽ തന്നെ ഒക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ഐറ്റംസ് ഒക്കെ ഫ്രിഡ്ജിലേക്കും ജാറിലേക്കുള്ളതൊക്കെ ജാറിലേക്കും ഇട്ട് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം മാത്രമേ ബാക്കി പണി ചെയ്യാറുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതായിരുന്നു എൻ്റെ ഒരു കുഞ്ഞു വീക്കെൻഡ് വ്ലോഗ്. ആക്ച്വലി എല്ലാ വീക്കെൻഡ്സും ഡിഫറെൻ്റ് ആണ്, എല്ലാ വീക്കെൻഡ്സും ഒരുപോലെയല്ല. കൂടുതൽ സൺഡേസ് ആൻഡ് സാറ്റർഡേയ്സ് ഒക്കെ മീൽ പ്രിപ്പറേഷനും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വീക്ക് കുറച്ച് ലേസി ആയിട്ടുള്ള വീക്കായിരുന്നു വേണമെങ്കിൽ പറയാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്.